കുഴി നമ്മളൊരു 2.5 അടി 2.5-3 അടി അടുത്ത് കുഴി എടുത്തായിരുന്നു. അത് ഹിറ്റാച്ചിക്കാണ് എടുത്തത്. പക്ഷെ അത് അതിന് ശേഷം ഞാനിത് ഇതിന്റെ ചോട്ടിലൊന്നും ഞാൻ മണ്ണ് ഫില്ല് ചെയ്തിട്ടൊന്നുമില്ല. ഇത് വെച്ച് കഴിഞ്ഞിട്ട് എന്തെങ്കിലും നമുക്ക് തോന്നുന്നുണ്ടോ ഇത് അകലം കുറഞ്ഞു പോയി ഇപ്പൊ ഒരു ലേശം ഒരു തോന്നലുണ്ട്, ലേശം കൂടെ 2 അടിയും കൂടെ കൂട്ടി വെക്കായിരുന്നു എന്നൊരു തോന്നലുണ്ട്. ഈ കൊലയിലൊക്കെ നല്ല പിടുത്തമുണ്ട് കണ്ടോ. നല്ല അതാണ് ചവർദാൻ ഇനത്തിൽപ്പെട്ട കവുങ്ങാണ്. 8 വെറൈറ്റി കവുങ്ങിൻ്റെ തൈകൾ നമ്മുടെ നഴ്സറിയിൽ ലഭ്യമാണ്. ചവർദാന്, ഇന്റർ മോഹിത് നഗർ, ഇന്റർ മംഗള, പിന്നെ ശതമംഗള, രത്നഗിരി, കാസർഗോഡൻ, മോഹിത് നഗർ, ഇന്റർ മോഹിത് നഗർ ഇങ്ങനെ ഇനത്തിൽപ്പെട്ട് പിന്നെ സൈഗോൺ ഉണ്ട്. പ്രിയ കർഷക സുഹൃത്തുക്കളെ, നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിപ്പോൾ നിൽക്കുന്നത് കണ്ണൂർ ജില്ലയിലെ ചെറുപുഴയ്ക്കടുത്ത പ്രാപ്പോയിൽ എന്ന സ്ഥലത്താണ്. ഈ സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. നമ്മുടെ ഒരു യുവ എഞ്ചിനീയറായ മെജോയുടെ സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. ആർക്കിടെക്ചറാണ് അദ്ദേഹം. ഇപ്പോൾ നമ്മളിവിടെ ചെയ്തിരിക്കുന്ന ചവർദാൻ ഇനത്തിൽപ്പെട്ട ഒരു കവുങ്ങുന്തോട്ടമാണ്. അതിനെപ്പറ്റി നമ്മൾ സംസാരിക്കാനും അതിൻ്റെ കാര്യങ്ങൾ അറിയാനും വേണ്ടിയാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ എഞ്ചിനീയർ മെജോ സാറിനെ സ്വാഗതം ചെയ്യാം. മെജോ സാർ, സ്വാഗതം, നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇദ്ദേഹമാണ്. എപ്പോഴും തിരക്കാണ്. ഈ എല്ലാ തിരക്കിനിടയിലും കവുങ്ങ് നല്ല രീതിയിൽ സംരക്ഷിച്ച് എത്ര കവുങ്ങുണ്ട് ഇത് വെച്ചിരിക്കുന്നത്? 250 250 അല്ലേ? ഇതാ നമ്മുടെ ഒരു സുഹൃത്താണ് നമ്മുടെ ജിയോ സാറ്. വ്യവസായിയാണ്, എന്നാൽ നല്ലൊരു കൃഷിക്കാരനാണ്. ഇദ്ദേഹത്തിന് നമ്മളൊരു വീഡിയോ ചെയ്യുന്നുണ്ട്, നമ്മൾ ചെയ്യാൻ വേണ്ടി. കുറച്ച് ദിവസം കഴിയുമ്പം ഒരു ക്രഷറുണ്ട്, പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ സൂപ്പർ മിക്സ് എന്ന് പറഞ്ഞ സൂപ്പർ മിക്സ് എന്ന് പറഞ്ഞാൽ റെഡി മിക്സിൻ്റെ ഒക്കെ കമ്പനിയുണ്ട്. അതിൻ്റെ ആളാണ്. അദ്ദേഹത്തെ നമ്മൾ ഇതിലേക്ക് സ്വാഗതം ചെയ്യണം. അപ്പം ഇത് വെച്ചിട്ട് എത്ര വർഷമായി? ഇതിപ്പോൾ 3.5 വർഷം കഴിഞ്ഞു. ഒക്ടോബർ ആകുമ്പോഴത്തേക്ക് 4 വർഷമാവും. 3.5 വർഷം കഴിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? കാര്യങ്ങൾ 2.5 വർഷം ആയപ്പം ഇത് ചൊട്ട കിട്ടും. ആദ്യത്തെ ചൊട്ട ഞാനത് നിങ്ങളോട് പറഞ്ഞായിരുന്നല്ലോ. ഞാൻ ഓരോ പ്രാവശ്യം ഞാനത് അപ്ഡേറ്റ് ചെയ്യലുണ്ട്. 2.5 വർഷമായപ്പോൾ പക്ഷെ അതിനകത്ത് അങ്ങനെ അടയ്ക്കൊന്നും പിടിച്ചില്ല. പിന്നെ അത് കഴിഞ്ഞ് 3ാമത്തെ ചൊട്ട വന്നപ്പോഴാണ് അത് ശരിക്കും അടയ്ക്കയിൽ ആയി തുടങ്ങിയത്. ഇപ്പോൾ 4 കൊല 5 കൊല 6 കൊലൊക്കെ ഏകദേശം ഓരോ കവുങ്ങിനും ആയി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ 4 വർഷം പൂർത്തിയായിട്ടില്ല. ഒക്ടോബർ ആകുമ്പോഴേ 4 വർഷം പൂർത്തിയാവുള്ളൂ. നനയ്ക്കുന്നുണ്ട്. വെള്ളം ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ ഇതിന്റെ കുഴിയൊക്കെ എടുത്തത് എങ്ങനെയൊക്കെയാണ് അതിന്റെ കാര്യങ്ങൾ? കുഴി ഇപ്പം വെച്ചിരിക്കുന്നത് ഞാനൊരു 8 അടി അകലത്തിലാണ് വെച്ചിരിക്കുന്നത്. കുഴി ഹിറ്റാച്ചിക്കാണ് എടുത്തത്. പിന്നെ ഈ 8 അടി അകലം വെച്ചപ്പോൾ 8 അടി അകലം കുറവാണ്. സാധാരണ നമ്മൾ കവുങ്ങ് കൃഷി ചെയ്യുന്നത് 10 അടി അകലത്തിലാണ്. അപ്പോൾ ഇത് വെച്ച് കഴിഞ്ഞിട്ട് എന്തെങ്കിലും നമുക്ക് തോന്നുന്നുണ്ടോ ഇത് അകലം കുറഞ്ഞു പോയി എന്നല്ല തോന്നുന്നുണ്ടോ? ഒരു ലേശം ഒരു തോന്നലുണ്ട്, ലേശം കൂടെ 2 അടിയും കൂടെ കൂട്ടി വെക്കായിരുന്നു എന്നൊരു തോന്നലുണ്ട്. പറയാൻ കാരണം വെച്ചാൽ നമ്മൾ ചിലപ്പോൾ ഈ ചാനലൊക്കെ പറയുമ്പോൾ ആൾക്കാർ അത്രയും അകലത്തിൽ വെക്കണം. ചിലരൊക്കെ 6 അടി അകലത്തിലൊക്കെ കവുങ്ങ് വെക്കുന്നുണ്ട്. അവർക്ക് വേണ്ടി നമ്മൾ കൃഷി ചെയ്ത ആൾക്കാരുടെ ആ അറിവാണ് ഏറ്റവും വലിയതായിട്ട് കിട്ടുന്നത്. അപ്പം നിങ്ങളെപ്പോലുള്ള ആൾക്കാർ പറയുമ്പോൾ അത് കൂടുതൽ വിശ്വാസയോഗ്യമാവും. കാരണം നമ്മൾ പറയുന്നേക്കാൾ കൂടുതൽ. അതുകൊണ്ടാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ നമ്മളൊരു 10 അടി എങ്ങനെയോ അകലം വേണം. 10 അടി വെക്കുന്നതാണ് നല്ലത്. ഇവിടെ എന്ന് പറഞ്ഞാൽ വെയിലിന്റെ ഒരു പ്രശ്നം ഇല്ലാത്തതുകൊണ്ട്, സൂര്യപ്രകാശം നന്നായിട്ട് അടിക്കുന്നതുകൊണ്ട് വലിയൊരു ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല. ഇത് പടിഞ്ഞാറൻ ചെരുവായിരുന്നു. സ്ഥിരമായിട്ട് വെയിൽ കിട്ടും. ചെറിയ തണലുണ്ട്, കാരണം മരമൊക്കെ ഉള്ള കാരണം തണലുണ്ട്. പുഴയല്ല, ഒരു സൈഡ് പുഴയാണ്. ഇത് ചെറുപുഴയിലേക്ക് പോകുന്ന ചെറുപുഴ എന്ന് പറഞ്ഞ പുഴയാണ്. അപ്പം ഇപ്പം നമ്മൾ ആദ്യം ഇത് ചെയ്യുന്ന സമയത്ത് എത്ര അടി ആ വലിപ്പത്തെ കുഴിയെടുത്തത്? ഇത് എങ്ങനെ കുഴിയെടുത്തത്? ആളെ കൊണ്ടാണോ അല്ല മെഷീൻ ഉപയോഗിച്ചാണോ? കുഴി നമ്മളൊരു 2.5 അടി 2.5-3 അടി അടുത്ത് കുഴി എടുത്തായിരുന്നു. അത് ഹിറ്റാച്ചിക്കാണ് എടുത്തത്. പക്ഷെ അത് അതിന് ശേഷം ഞാനിത് ഇതിന്റെ ചോട്ടിലൊന്നും ഞാൻ മണ്ണ് ഫില്ല് ചെയ്തിട്ടൊന്നുമില്ല. അത് ഇനിയിപ്പോൾ ഫില്ല് ചെയ്യണമെന്നാണ് പിന്നെ അസാറ് പറയുന്നത്. ഇനിയിപ്പോൾ ചെയ്യാൻ പറ്റുന്നത് 1 കൊടിയിടുക, അത് കയറ്റുക. നല്ല ബിൽഡിംഗ് കിട്ടും. ഈ നനയ്ക്കുന്നത് ഇപ്പം എങ്ങനെയാണ്? സ്പ്രിംഗ്ലർ ഉപയോഗിച്ചാണോ? അല്ല, പൈപ്പ് ഉപയോഗിച്ചല്ലേ. സ്പ്രിംഗ്ലർ ആകുമ്പോൾ എന്നാൽ അത് ഭയങ്കരമായിട്ട് പുല്ല് കയറുന്നു. അതൊരു ഭയങ്കര പ്രശ്നമായതുകൊണ്ട് ഞാൻ ഇപ്രാവശ്യം അതിൻ്റെ ചോട്ടിലല്ല, ഞാനിപ്പോൾ ആ കളനാശിനി അടിച്ച് കളഞ്ഞിട്ടാണ്. പിന്നെ ഇപ്പം നമ്മളിത് നടുന്ന സമയത്ത് നമ്മൾ വളമൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. ആദ്യം കുമ്മായം ഇട്ട് വെച്ചതേ ഉള്ളൂ. കുമ്മായം വേപ്പമണ്ണാക്കി ഇട്ട് വെച്ചതേ ഉള്ളൂ ആദ്യം. അതിന് ശേഷം പിന്നെ ഞാൻ മറ്റേ നെറ്റ് സർഫിൻ്റെ വളമാണ് കുറച്ചാൽ ഉപയോഗിച്ചത്. അപ്പോൾ പിന്നെ കഴിഞ്ഞ വർഷം ഞാൻ ലേശം പാക്ടംബോസും പൊട്ടാഷും പിന്നെ മഗ്നീഷ്യം കൂടെ ലേശം ഇട്ട് കൊടുത്തു.
ഈ വർഷം ചെയ്യണം. നെറ്റ് സെർപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇസ്രായേൽ ടെക്നോളജി ലിക്വിഡ് 5 എണ്ണം കൂടി മിക്സ് ചെയ്ത് 2 ml ഒരു ലിറ്റർ 2 ml ഒരെണ്ണത്തിന് 2 ml വെച്ചിട്ട് ചെയ്യുന്ന അതെ. ആൾക്കാർ കോസ്റ്റ്ലിയാണ്, നല്ല കോസ്റ്റ്ലിയാണ്. അതിന്റെ ഒരു ഗുണം എന്താന്ന് ചോദിച്ചാൽ നമുക്ക് തന്നെ കൈകാര്യം ചെയ്യാൻ പറ്റും. നമ്മൾ എടുത്തോണ്ട് വരണ്ട, പിന്നെ ഈ നമുക്ക് തന്നെ കലക്കി ഒഴിക്കാം, പിന്നെ പണിക്കാരെ കൂട്ടേണ്ട ആവശ്യമില്ല. അങ്ങനെയുള്ള ഒരു ഗുണങ്ങളൊക്കെ അതിൽ കണ്ടുള്ളൂ. അല്ല ഇപ്പം കാര്യം വെച്ചാൽ നമ്മൾ പരമാവധി ലേബർ ചാർജ് കുറയ്ക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ. നമുക്ക് കുറച്ച് എക്സ്പെൻസ് കൂടിയാൽ തന്നെ ലേബർ ചാർജ് കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് വലിയ ഗുണമാണ്. കാരണം കൃഷിയെ സംബന്ധിച്ചാൽ ഇപ്പം നമുക്ക് ഏറ്റവും അപ്രാപ്യമായിട്ട് പോകുന്നത് ഈ കൃഷി ചെലവുകളാണ്. അത് ഏറ്റവും വലിയതായിട്ട്, കാരണം ജോലിക്കാരെ കിട്ടാനില്ല. ഇനിയിപ്പോൾ ഒരു 10 വർഷം കഴിഞ്ഞാൽ കൃഷിപ്പണിക്കൊന്നും ആളെ കിട്ടിയില്ല, ആ അവസ്ഥയിലേക്ക് പോകുന്നത്. ഇതിപ്പോൾ ഈ കവുങ്ങ് നമ്മുടെ ഫാമിൽ നിന്ന് കൊണ്ടുവന്ന് വെച്ചതാണ്. അപ്പോൾ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ ഇതിപ്പോൾ എത്ര വർഷമായപ്പോൾ കായ്ച്ചതെന്ന് പറഞ്ഞാൽ 2.5 വർഷമായി. അപ്പോൾ 2 വർഷം നിങ്ങൾക്ക് അതിൻ്റെ വീഡിയോ ഇട്ട് തന്നായിരുന്നല്ലോ, 2.5 വർഷത്തെ. അപ്പോൾ പക്ഷെ അതിലങ്ങനെ അധികം കായ ഉണ്ടായിട്ടില്ല. ആദ്യത്തെ കൊല എന്തായാലും ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം. അത് പിന്നെ അതിൽ 3ാമത്തെ കൊല മുതലാണ്. അതിൽ കഴിഞ്ഞ വർഷം ഞാനൊരു 3-4 കവുങ്ങിൽ നിന്ന് ഒരു 3 കൊല 4 കിലോ കിട്ടി. ഒരു കവുങ്ങിൽ നിന്നല്ല, 4 കവുങ്ങിൽ നിന്നും കൂടെ 4 കൊല അടക്ക കഴിഞ്ഞ പ്രാവശ്യം കിട്ടി. അപ്പോൾ ഈ വർഷം കൂടുതൽ എണ്ണത്തിനുണ്ട്. ഇനിയിപ്പോൾ തുരിശടിക്കണം, അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ മൊത്തത്തിലൊരു ചെറിയൊരു മഞ്ഞപ്പിന്റെ ആരംഭം ഉണ്ടെന്ന് തോന്നുന്നല്ലേ കവുങ്ങിന്? അത് മറ്റേ മഗ്നീഷ്യം ബോറോണൊക്കെ ഇട്ട് കൃഷി ഓഫീസറൊക്കെ ഒന്ന് കണ്ടായിരുന്നു. അത് മഗ്നീഷ്യം അതിനൊക്കെ നല്ലത് വേപ്പിണക്കിട ഓരോ കിലോ വെച്ച് ഓരോ കിലോ എല്ലുകൂടി ഇടുക, ഈ വർഷത്തെ വളമ്പി നിർത്തുക. എന്നിട്ട് ത്രാമഴ ആ സമയമാകുമ്പോൾ ഒരു എല്ലുകൂടി ഒരു 1/2 കിലോ വേപ്പിണം കൂടി ഇടുക, നിർത്തിക്കോ. അതേ വേണ്ടു. നല്ലതാണ്. ഇത് പടിഞ്ഞാറോട്ട് ചെരിവുള്ള ഭൂമിയിലാണ് കൃഷി ചെയ്തിരിക്കുന്നത്. വെള്ളത്തിന് ഒരു കുറവുമില്ല. താഴെ നോക്കി കാണാൻ വെള്ളം കിടക്കുന്ന പുഴയാണ്, ഒരിക്കലും പറ്റാത്ത പുഴയാണ്. പുഴയെന്നല്ല അടിക്കുന്നത്, ഞാൻ കുളത്തുനിന്നാണ് അടിക്കുന്നത്. ഇപ്പം പുഴയിൽ നിന്ന് അടിക്കാൻ പറ്റിയതില്ലായിരിക്കും അല്ലേ? നല്ല അടക്കായി പിടിച്ചിരിക്കുന്നതൊക്കെ കവുങ്ങിന് നല്ല അടക്കായി തെര. ഈ കൊലയിലൊക്കെ നല്ല പിടുത്തമുണ്ട്, കണ്ടോ? നല്ല ഇതാണ് ചവർദാൻ ഇനത്തിൽപ്പെട്ട കവുങ്ങാണ്. അപ്പോൾ മേജർ സാറേ, ഇപ്പോൾ നമ്മളിത് ചവർദാൻ്റെ കവുങ്ങാണ് മൊത്തം വെച്ചിരിക്കുന്നത്. ഈ ചവർദാനിനെ പറ്റിയുള്ള അഭിപ്രായം, ഇനി പുതിയതായിട്ട് വരുന്ന കൃഷി ചെയ്യുന്ന ഉദ്ദേശിക്കുന്ന കൃഷിക്കാരോട് എന്താ ഒരു നിങ്ങളുടെ സ്വന്തം അനുഭവത്തിൽ കൂടെ പറയാനുള്ളതെന്ന് ഒന്ന് അറിഞ്ഞാൽ കൊള്ളാം. ചബർദാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു 5-6 കൊല്ലം മുമ്പാണ് ഞാൻ ഈ ചബർദാനെ കുറിച്ച് ഞാനൊരു കേട്ടത്. ഞാൻ എന്നിട്ട് അസീറിനോട് ഞാനിങ്ങനെ ചോദിച്ചു, ഇങ്ങനൊരു സംഭവം ഉണ്ടോ? അപ്പോൾ പുള്ളി പറഞ്ഞു നല്ല മോശമില്ലാത്ത ഒരു ഇനമാണ്, ഞാൻ തരാമെന്ന് പറഞ്ഞ പുള്ളിയാണ് ഈ തൈ മുഴുവൻ തന്നത്. ഞാൻ വൈപ്പരുത്ത് പോയിട്ടാണ് എടുത്തത്. അപ്പോൾ ഞങ്ങൾ ശരിക്ക് എൻ്റെ പപ്പായുടെ കാലഘട്ടത്തിൽ, പപ്പ മരിച്ചുപോയി കാലഘട്ടത്തിൽ ഒരു 50 കൊല്ലം മുമ്പ് നട്ട മംഗള കവുങ്ങ് അത് ഇന്നും ഉണ്ട് നമ്മുടെ അങ്ങനത്തെ പറമ്പിൽ, മണ്ഡപം. അപ്പോൾ കവുങ്ങ് കൃഷി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഭയങ്കര ഒരു ക്രേസായിരുന്നു. അപ്പോൾ അതൊരു ഓർമ്മയ്ക്കും കൂടെ വേണ്ടിയിട്ടാണ് ഞാനിത് ഇങ്ങനെ ഒരു കഷ്ടപ്പാട് സഹിച്ചിട്ടാണെങ്കിലും ഞാനതൊന്ന് നിലനിർത്തിക്കൊണ്ട് പോകുന്നത്. അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഏറ്റവും കൂടുതൽ. അപ്പോൾ പിന്നെ ഇതിലിപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ കവുങ്ങിൽ നല്ല രീതിയിൽ കൊലയുണ്ട്. ഇപ്പോൾ ഇതിൽ ഒരു ഇത്ര കൊലയുണ്ട്, 1, 2, 3, 4, 5 കൊല, 5 കൊല 6 കൊലയൊക്കെ ആയ കവുങ്ങുകളുണ്ട്. നന്നായിട്ട് നോക്കിയാൽ യാതൊരു നഷ്ടവും വരികയില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കവുങ്ങ് കൃഷി പൊതുവിൽ കവുങ്ങ് തെങ്ങെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ എങ്ങനെ കൊടുക്കുന്നുവോ. അപ്പോൾ എന്നോട് പലരും ചോദിക്കുമ്പോൾ ഞാൻ പറയാനുള്ളൊരു കാര്യം, നമ്മളൊരു നാടൻ പശുവിനെ വളർത്തുന്ന പോലെ ഒരു സിസ് ബ്രൗൺ അല്ലെങ്കിൽ ജേഴ്സിയോ എച്ചപ്പിനെ വളർത്തി കഴിഞ്ഞാൽ ഉൽപ്പാദനം കിട്ടത്തില്ല. അപ്പോൾ അതിൻ്റേതായ പരിചരണം കൂടുതൽ വേണ്ടി വരും അല്ലേ? അതുകൊണ്ടെങ്കിൽ നമുക്ക് നിശ്ചയമായിട്ടും നല്ലൊരു വരുമാനം ഇതിൽ നിന്ന് കിട്ടും. അപ്പം പ്രേക്ഷകരോട് പറയാനുള്ളത്, അപ്പോൾ ഇത് കൃഷിക്കാരുടെ അനുഭവമാണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അവർ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇപ്പം നമ്മുടെ ചാനൽ വന്ന് ഈ കാര്യങ്ങളൊക്കെ നമ്മളോട് അറിയിക്കാനും നമ്മൾ സമയം ചെലവഴിക്കാനും കാണിച്ച അതിന് ഒത്തിരി നന്ദി മേജർ സാറേ. താങ്ക് യു. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ചവർദാൻ്റെ തോട്ടമാണ് കണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ അടുത്ത് ചവർദാനം മാത്രമല്ല 8 വെറൈറ്റി കവുങ്ങിൻ്റെ തൈകൾ നമ്മുടെ നഴ്സറിയിൽ ലഭ്യമാണ്. ചവർദാൻ, മൊഹിനർ, മംഗള, പിന്നെ ശതമംഗള, രത്നഗിരി, കാസർഗോഡൻ,
മോഹിത് നഗർ, ഇന്റർ മോഹിത് നഗർ, ഇങ്ങനെ ഇനത്തിൽപ്പെട്ട, പിന്നെ സൈഗോൺ ഉണ്ട്, പിന്നെ സാധാരണ മംഗലുണ്ട്, എല്ലാ ഇനങ്ങളും ഉണ്ട്. അപ്പം നമ്മുടെ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആവശ്യക്കാരെ നമ്മളെ ആയിട്ട് ബന്ധപ്പെടുക. വീണ്ടും കാണുന്നവരെ ബൈ.